അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 5ാം ക്ലാസ്സിലെ ആദ്യത്തെ പരീക്ഷ ഫിഖ് ആണ് അല്ലേ? രാവിലെ 8 മണിക്ക് തുടങ്ങും ഫിഖ്. അപ്പോൾ അതിനു മുമ്പായി നമുക്ക് കുറച്ച് വർഷങ്ങളിലെ ചോദ്യപേപ്പർ നമുക്ക് പരിചയപ്പെടാം. 2025 മുതൽ ബാക്കോട്ട് 2024, 2023 അങ്ങനെ പോയിട്ട് 2018 വരെയുള്ള ചോദ്യപേപ്പർ എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫിഖിലെ ചോദ്യങ്ങൾ 8-9 കാറ്റഗറി, 8-9 ഐറ്റം ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ ഒന്നിതാ ശരി അടയാളപ്പെടുത്താം, അടുത്ത യോജിപ്പിക്കുക, വിശദമാക്കുക, അങ്ങനെ 9 ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അതിൽ ഒരു ടൈപ്പ് ചോദ്യമാണ് ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യം. കണ്ടില്ലേ, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. അപ്പോൾ ഈ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക എന്ന ഈ ടൈപ്പ് ചോദ്യം അത് ഈ 2025 മുതൽ ബാക്കോട്ടുള്ള എല്ലാ വർഷത്തിൻ്റെയും ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക എന്ന ചോദ്യത്തിൻ്റെ ആൻസറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറേ ആവർത്തിച്ചു വരുന്ന ചോദ്യം നമുക്ക് പരിചയപ്പെടാം. 2025 ചോദ്യമാണ് ആദ്യം നിങ്ങൾ കാണുന്നത്. ഒറ്റവാക്കിൽ ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? തറാവീഹിൽ ഈ 2 റക്അത്തുകളിൽ സലാം വീട്ടൽ. തറാവീഹിൽ ഈ 2 റക്അത്തുകൾ സലാം വീട്ടൽ വാജിബാണോ സുന്നത്താണോ? എന്താണ്? വാജിബാണ്. 3 മാർക്കാട്ടോ. വാജിബാണെന്ന് എഴുതിയ 3 മാർക്ക്. രണ്ടാമത്തെ ചോദ്യം പെരുന്നാൾ നിസ്കാരത്തിൽ 1-ാം റക്അത്തിൽ 7 തക്ബീർ ചൊല്ലൽ. കണ്ടില്ലേ, ഓതിയ ശേഷം 7 തക്ബീറും 2-ാം റക്അത്തിൽ 5 തക്ബീറും ശബ്ദം ഉയർത്തി ചൊല്ലൽ സുന്നത്താണ്. അപ്പോൾ അതും കൂടി ഉയർത്തുക. ശബ്ദം ഉയർത്തൽ, ചിലപ്പോൾ അടുത്ത ചോദ്യം അങ്ങനെ വന്നാലോ, ശബ്ദം ഉയർത്തൽ എന്താ? സുന്നത്താണ്. ശബ്ദം ഉയർത്തലും സുന്നത്താണ്. അത് 7-ആവലും പിന്നെ 2-ാം റക്അത്തിൽ 5-ആവലും ഒക്കെ സുന്നത്ത് തന്നെയാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക കേട്ടോ. അതിനാണ് ഞാനത് തുറന്നു വെച്ചത്. അതുപോലെ നമ്മൾ ഓരോ പാഠത്തിലെയും പ്രധാന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ ഒരു വീഡിയോയിൽ. അത് കാണാത്തവരത് പോയി കാണാം. മൂന്നാമത്തെ ചോദ്യം 4 റക്അത്തുള്ള നിസ്കാരം 2 ചുരുക്കി നിസ്കരിക്കലാണ് ഡാഷ്. അത് ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. ഖസ്ർ. ഖസ്ർ എന്ന് എഴുതുമ്പോൾ പുള്ളിയുള്ള ഖാഫാണ് കേട്ടോ, തെറ്റിക്കരുത്. ജമാഅത്ത് ഷർത്തുള്ള നിസ്കാരം. ജമാഅത്ത് ഷർത്തുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നിർബന്ധമാണ് ആ നിസ്കാരം ശരിയാവണമെങ്കിൽ. അങ്ങനത്തെ നിസ്കാരം ഏതാ? ജുമുഅ. അടുത്ത് സക്കാത്ത് വാജിബാകാൻ 30 എണ്ണം ഉണ്ടായിരിക്കേണ്ട മൃഗം. മൃഗത്തിൽ 3 മൃഗത്തിനാണ് സക്കാത്ത് നിർബന്ധമാകുക. നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഒട്ടകം, പിന്നെ ആട്, മാട്. 3 ഐറ്റം മൃഗങ്ങൾക്കാണ് സക്കാത്ത് നിർബന്ധമാകുക. ഒട്ടകം, മാട്, ആട്. ആട് നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് പരിചയമുണ്ട്, ആട് അല്ലേ? അപ്പോൾ ആട് എത്ര ആടുണ്ടായാലും സക്കാത്ത് നിർബന്ധമാകുക? 40 ആട്. 4 ആടല്ല, 40 ആട് ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് സക്കാത്ത് നിർബന്ധമാകുള്ളൂ. അതുപോലെ ഒട്ടകമാണെങ്കിൽ 5 ഒട്ടകം, അത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണ്. ഇനി മാടാണ് ഈ 30 ഏതാണ്? മാട്. പിന്നെ 5 ഒട്ടകത്തിന് 1 ആട്. ആ കണക്കൊക്കെ ഇപ്പോൾ ഓർത്ത് വെക്കുക. 5 ഒട്ടകത്തിന്, അവിടുന്ന് ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതേണ്ട വേറെ എന്തെങ്കിലും ചോദ്യം വന്നാലോ, അതുകൊണ്ട് അത് ഓർത്ത് വെക്കുക. 3 ടൈപ്പ് മൃഗങ്ങൾക്കാണ് സക്കാത്ത് നിർബന്ധം. അത് ഒന്ന് ഒട്ടകം, മറ്റൊന്ന് മാട്, മറ്റൊന്ന് ആട്. അതിൽ ഒട്ടകം 5 ഒട്ടകം ഉണ്ടാകുമ്പോഴാണ് സക്കാത്ത് നിർബന്ധം. 5 ഒട്ടകം ഉണ്ടായാൽ അയാൾ എന്താ കൊടുക്കേണ്ടത്? 1 ആടാണ് കൊടുക്കേണ്ടത്. അടുത്ത 30 മാടിന് 1 വയസ്സുള്ള ഒരു കുട്ടി, ഒരു മാടിൻ്റെ കുട്ടിയാണ് കൊടുക്കേണ്ടത്. പിന്നെ 40 ആടിന് 1 ആടും നൽകണം. 40 ആടിന് 1 ആട്. ഇങ്ങനെയാണ് സക്കാത്ത് നിർബന്ധമുള്ള കണക്ക്. അപ്പോൾ 2025 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ 2024 ഒറ്റവാക്കിൽ ചോദ്യങ്ങൾ നോക്കാം. ഒറ്റവാക്കിൽ ഉത്തരം എഴുതാം. 1, 4 റക്അത്തുള്ള നിസ്കാരം 2 ചുരുക്കി നിസ്കരിക്കൽ. കണ്ട, ആവർത്തിച്ചു വന്നു. എന്താണ്? ഖസ്ർ. അടുത്തത് ഖാഫ്, പിന്നെ സ്വാദാണ് കേട്ടോ. അടുത്ത് 1-ാം റക്അത്ത് ജമാഅത്തായിരിക്കൽ ഷർത്തുള്ള നിസ്കാരം. കണ്ടോ? ജുമുഅ. ആവർത്തിച്ച ചോദ്യം. സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയൽ എന്താണ്? സുന്നത്താണ്. ഇത് ഖുതുബന്റെ പാഠത്തിലുണ്ട്. അടുത്ത് സക്കാത്തുൽ ഫിത്റിന്റെ മറ്റൊരു പേര്. ഈ ഒരു പരീക്ഷയ്ക്ക് സക്കാത്തുൽ ബദനിന്റെ മറ്റൊരു പേരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആവർത്തിച്ച ചോദ്യമാണിത്. എന്താണ്? സക്കാത്തുൽ ബദൻ. സക്കാത്തുൽ ബദൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സക്കാത്തുൽ ബദൻ എന്ന് എഴുതുമ്പോൾ സ്പെല്ലിങ് തെറ്റിക്കരുത്. സക്കാത്തുൽ ബദൻ. കണ്ടില്ലേ, സ്പെല്ലിങ് തെറ്റിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് പോകും. ടോപ്പ് പ്ലസ് ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല വൃത്തിയിൽ പഠിക്കണം. അടുത്തത് ഹയലുകാരി നോമ്പനുഷ്ഠിക്കൽ എന്താണ്? ഹറാമാണ്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഒറ്റവാക്കിൽ 5, ഓരോന്നിനും 3 മാർക്ക്. അപ്പോൾ 15 മാർക്കിൻ്റെ ചോദ്യമാണിത്. അപ്പോൾ 2024 ചോദ്യം. ഇനി നമ്മൾ 2023 പോകാം. ഇവിടെയും ഒറ്റവാക്കിൽ ചോദ്യമുണ്ട്. ഖിയാമു റമദാന്റെ മറ്റൊരു പേര് എന്താണ്? തറാവീഹ്. സ്വലാത്തു തറാവീഹ് ആണ്
ഖിയാമു റമദാന്റെ മറ്റൊരു പേര്. തറാവീഹ് എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, അവസാനം ഹ ആണ്. തറാവീഹ് എന്ന് എഴുതുമ്പോൾ അവസാനം എന്ത് എഴുതി പോകരുത്? ഹ എഴുതി പോകരുത്, ഹ ആണ്, ഹ. പിന്നെ അടുത്ത ചോദ്യം, സ്പെല്ലിങ് കാണിച്ചു തന്നാൽ ഇതാ കണ്ടില്ലേ, സ്വലാത്തു തറാവീഹ്. അടുത്ത ചോദ്യം, പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷമാണ് നിർവഹിക്കേണ്ടത്. എന്താണ്? ഖുതുബ. പെരുന്നാളിന്റെ ഖുതുബ. പെരുന്നാളിന്റെ ഖുതുബ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് നിർവഹിക്കേണ്ടത്. 2 ഖുതുബ നിസ്കാരത്തിന് ശേഷം 2 ഖുതുബ സുന്നത്താണ്. ഇവിടെ ഇപ്പോൾ എങ്ങനെയും ചോദിക്കാം, നിസ്കാര ശേഷമാണ് 2 ഖുതുബ എന്നാണ് ഇവിടെ ചോദിച്ച്. ഇന്ന് 2 ഖുതുബ സുന്നത്താണ് എവിടെ? പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം. അത് രണ്ടും ഓർത്തു വെക്കുക. പിന്നെ ഇവിടെ 9 തക്ബീർ കൊണ്ടും 2ാം ഖുതുബ 7 തക്ബീർ കൊണ്ടും ആ കണക്ക് ഓർത്തു വെക്കുക. 9-7. അടുത്തത്, അതായത് ഖുതുബ തുടങ്ങേണ്ടത്. മറ്റേത് ഇവിടെ പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞു. നിസ്കാരം ഖുതുബ വ്യത്യാസമുണ്ട് കേട്ടോ. 1ാമത്തെ റക്അത്തിൽ വജ്ഹത്ത് ഓതിയ ശേഷം 7ഉം 2ാം തക്ബീറിൽ 5ഉം. അപ്പൊ 7-5ഉം 9-7ഉം കേട്ടോ. 7-5ഉം 9-7ഉം ഓർത്തു വെക്കുക. പെരുന്നാൾ നിസ്കാരത്തിൽ 7 തക്ബീർ, 1ാം റക്അത്തിൽ 7 തക്ബീറും 2ാം റക്അത്തിൽ 5 തക്ബീറും. പെരുന്നാൾ ഖുതുബയിൽ 9-7 അഥവാ 9 തക്ബീർ 1ാം ഖുതുബയിലും 2ാം ഖുതുബയിൽ 7 തക്ബീറും. അടുത്തത്, ജംഉം കസറും അനുവദനീയമല്ലാത്ത നിസ്കാരം. ഈ ജംഉം കസറും രണ്ടും കൂടി അനുവദനീയമല്ലാത്ത നിസ്കാരം ചോദിക്കുന്നത് കേട്ടോ. മഗ്രിബ് കസറാക്കാൻ പറ്റില്ല, പക്ഷെ ജമ്മാക്കാൻ പറ്റും. അപ്പോൾ ഏതാണ് അതിന്റെ ഉത്തരം? സുബഹ് ആണ് ഉത്തരം, സുബഹ്. അടുത്ത്, ജമാഅത്ത് ഷർത്തുള്ള ഫർള് നിസ്കാരം, അത് ജുമുഅ. ആവർത്തിച്ചു. സക്കാത്തുൽ ബദനിന്റെ മറ്റൊരു പേര് സക്കാത്തുൽ ഫിത്ർ. കണ്ടല്ലേ? അപ്പൊ രണ്ടും തിരിച്ചു പഠിക്കണം. 2023 കഴിഞ്ഞു. ഇനി നമ്മൾ 2022 ചോദ്യപേപ്പർ നോക്കാം. 2022 ചോദ്യപേപ്പറിൽ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹജ്ജ് പോലെ ജീവിതത്തിൽ ഒരു തവണ മാത്രം വാജിബുള്ള അമലാണ് ഉംറ. ഉംറ എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഉംറ എന്ന് എഴുതുമ്പോൾ അവസാനം താഴുണ്ടാവും. ഈ എഴുത്തിലാണ് പല കുട്ടികളും എന്ത് ചെയ്യുന്നത്, മാർക്ക് പോകുന്നുണ്ടല്ലേ. ഉംറ, ഉംറത്ത്. അൽ ഉംറത്ത് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ഇനി വെറും ഉംറ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അവസാനം താവ് വേണം, അത് ശ്രദ്ധിക്കാം. ടോപ്പ്ലെസ്സിന് അതൊക്കെ മാനദണ്ഡമാവും, അത് മനസ്സിലാക്കണം. അടുത്ത്, ഫർള് നോമ്പിന് ഫജറിന് മുമ്പായി നിയ്യത്ത് ചെയ്യൽ. എന്താണ്? ഫർള് നോമ്പിന് ഫജറിന് മുമ്പായി നിയ്യത്ത് ചെയ്യൽ വാജിബാണ് കേട്ടോ. സുന്നത്ത് നോമ്പിന് വാജിബില്ല. അടുത്ത്, കാരണം കൂടാതെ സക്കാത്തുൽ ബദന് പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ. പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ എന്താണ്? ഹറാമാണ്. അടുത്ത, റമളാനിലെ ഒരു പ്രത്യേക നിസ്കാരമാണ് സ്വലാത്തു തറാവീഹ്. ഇനി അടുത്ത 2021 ഒറ്റവാക്കിൽ ചോദ്യങ്ങൾ നോക്കാം. 2021 ഈ ഒറ്റവാക്കിൽ ചോദ്യം, ഒറ്റവാക്കിൽ ഉത്തരം എഴുതാം എന്നുള്ള ചോദ്യം ഇതാ ഇവിടെ കണ്ടില്ലേ. 1ാമത്തെ ചോദ്യം, ഖിയാമു റമദാന്റെ മറ്റൊരു പേര്. കണ്ടോ? ആവർത്തിച്ച ചോദ്യമാണ്. എന്താണ്? സ്വലാത്തു തറാവീഹ്. പിന്നെ അടുത്തത്, അറഫ ദിവസം സുബഹി മുതൽ ദുൽഹിജ്ജ 13 അസർ വരെ സുന്നത്താണ്. എന്താണ് സുന്നത്ത്? അപ്പോൾ അത് ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിച്ച ചോദ്യം അല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. പക്ഷെ അത് അതിന് തൊട്ട് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. തൊട്ട് മുമ്പത്തെ വർഷത്തിലൊക്കെ ചോദ്യത്തിന്റെ ടൈപ്പിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഈ പുതിയ വർഷങ്ങളിലാണ് ചോദ്യം വേറെ ഒരു വെറൈറ്റി രൂപത്തിൽ വരുന്നത്. ഞാൻ പറഞ്ഞുതരാം, ഏതായാലും നോക്കിക്കോ. അപ്പോ ഇതാ തക്ബീറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. പെരുന്നാൾ രാവ് സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ എല്ലാ സമയത്തും തക്ബീർ ചൊല്ലലും. ഇതാ വലിയ പെരുന്നാൾ നോക്കൂ. വലിയ പെരുന്നാളിന് അറഫ ദിവസം സുബഹ് മുതൽ ദുൽഹിജ്ജ 13 അസർ വരെ എല്ലാ നിസ്കാരങ്ങളുടെയും ഉടനെയും തക്ബീർ ചൊല്ലലും സുന്നത്താണ്. അപ്പോൾ അറഫ ദിവസം സമയം ഓർത്തു വെക്കുക. ഏത് പെരുന്നാൾ ഓർത്തു? വലിയ പെരുന്നാളിന് അറഫ ദിവസം സുബഹ് മുതൽ ദുൽഹിജ്ജ 13 അസർ വരെ എന്ത് സുന്നത്താണ്? തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചത്? ദുൽഹിജ്ജ 13 വരെ അസർ വരെ ഡാഷ് സുന്നത്താണ്. എന്താണ്? തക്ബീർ. ഇനി ചോദ്യം ഇങ്ങനെയും വരാം. എങ്ങനെ? അറഫ ദിവസം സുബഹി മുതൽ ദുൽഹിജ്ജ 13 അസർ വരെ തക്ബീർ ചൊല്ലൽ എന്താണ്? വാജിബ്, സുന്നത്ത്, അങ്ങനെയും വരാം. അപ്പൊ എന്താണ്? സുന്നത്താണ്. അടുത്ത്, 4 റക്അത്തുള്ള നിസ്കാരം 2ആക്കി ചുരുക്കലാണ് ഖസ്ർ. നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത്? ഏതാണ് നിസ്കാരങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായത്? ജുമുഅ ആണ് കേട്ടോ. അടുത്ത്,
അയ്യാമുത്തശ്ശരീക്കിലെ നോമ്പനുഷ്ഠിക്കൽ, അയ്യാമുത്തശ്ശരീക്കൽ നോമ്പനുഷ്ഠിക്കൽ. ഈ പാഠത്തിൽ നമ്മൾ 2-3 കാര്യങ്ങളും കൂടി അവിടെ ആഡ് ചെയ്ത് പഠിക്കാനുണ്ട്. അതായത് നോമ്പ് ഹറാമുള്ള ദിവസങ്ങൾ, നോമ്പ് കറാഹത്തുള്ള ദിവസങ്ങൾ, പിന്നെ നോമ്പ് ഹറാമുള്ള ആളുകൾ ആ ഓർത്തു. 2 പെരുന്നാൾ ദിവസം, അയ്യാമുത്തശ്ശരീക്ക്, ശുക്ർ, ഷക്കിന്റെ ദിവസം എന്നിവയിൽ നോമ്പ് ഹറാമാണ്. ഏതൊക്കെ? 2 പെരുന്നാൾ, പിന്നെ അയ്യാമുത്തശ്ശരീക്ക്. അയ്യാമുത്തശ്ശരീക്ക് പറഞ്ഞാൽ നമ്മളെ വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസം ഉണ്ടാവില്ലേ, നമ്മൾ 2-ാം പെരുന്നാൾ 3-ാം പെരുന്നാൾ എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. അതാണ് അയ്യാമുത്തശ്ശരീക്ക്. അപ്പോൾ അതും പെരുന്നാളിനോടനുബന്ധിച്ച് തന്നെ. അപ്പോൾ 2 പെരുന്നാൾ അയ്യാമുത്തശ്ശരീക്ക്, അത് സെറ്റ്. പിന്നെ ഷെക്കിന്റെ ദിവസം എന്നിവയിൽ നോമ്പ് ഹറാമാണ്. 3 സ്ഥലം, 2 പെരുന്നാൾ, അയ്യാമുത്തശ്ശരീക്ക്, ഷെക്കിന്റെ ദിവസം, അവിടെ നോമ്പ് ഹറാമാണ്. പിന്നെ അപ്പോൾ നോമ്പ് ഹറാമായ ദിവസം ഓർത്തു വെച്ചു. ഇനി നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങൾ ഏതൊക്കെ, അതും പഠിച്ചു വെക്കണം. നോമ്പ് സുന്നത്തുള്ള ദിവസം ഏതാണ്? ഇതാ ഷാബാൻ, ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ ചോദ്യം ഇതാ, ഹൈല്, നിഫാസ് എന്നിവ ഉള്ളവർക്ക് നോമ്പ് ഹറാമാണ് എന്ന് പിന്നീട് ഖളാ കൂട്ടണം. പിന്നെ ഈ പാഠത്തിൽ വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഓടിച്ചിട്ട് പോവാം. പിന്നെ എന്താണ് നോമ്പിന്റെ നിയ്യത്ത്? നവൈതു സൗമ ഗദിൻ അന്നദായി ഫർളി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഇതാ അറഫ ദിവസം, ദുൽഹിജ്ജ 9, പിന്നെ മുഹറം 9, 10, ഷവ്വാൽ 6 ദിവസം, എല്ലാ അറബി മാസവും 13, 14, 15, 28, 29, 30 എന്നീ തീയതികളിലും തിങ്കൾ, വ്യാഴം എന്നീ ദിവസങ്ങളിലും നോമ്പ് സുന്നത്താണ്. കണ്ടോ നിങ്ങൾ? അറഫ ദിവസം, മുഹറം 9, 10, ഷവ്വാൽ 6 ദിവസം, എല്ലാ അറബി മാസം 13, 14, 15, 28, 29, 30 എന്നീ തീയതികളിലും തിങ്കൾ, വ്യാഴം എന്നീ ദിവസങ്ങളിലും നോമ്പ് സുന്നത്താണ്. അത് ഓർത്തു വെക്കണം. അത് ഈ പാഠത്തിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. അതായത് പിന്നെ നോമ്പ് സുന്നത്തുള്ളത്, അതുപോലെ നോമ്പ് ഹറാമുള്ളത്, അത് ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെ എന്താ ഉത്തരം? അയ്യാമുത്തശ്ശരീക്കൽ നോമ്പനുഷ്ഠിക്കൽ എന്താണ്? ഹറാമാണ്. പഠിച്ചല്ലോ. ഇനി നമുക്ക് 2019 ചോദ്യം നോക്കാം. 2021, അപ്പൊ 20 ചോദ്യം എൻ്റെ കയ്യിലില്ല. 2019 ചോദ്യം നോക്കാം. 2019 ഈ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക എന്ന ചോദ്യം വേറെ രൂപത്തിലാണ്, ഹുക്കും എഴുതുക എന്ന രൂപത്തിലാണ് വന്നത്. ഹുക്കും എഴുതുക, കണ്ടില്ലേ? നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവന്റെ വസ്ത്രത്തിൽ നജിസ് കണ്ടാൽ അവനെ അറിയിക്കൽ. കണ്ടോ? അപ്പൊ 2019 ആയപ്പോൾ കുറെ ചോദ്യത്തിന്റെ ഷേപ്പൊക്കെ മാറി, ശൈലിയൊക്കെ മാറി അല്ലേ? മാർക്കിന്റെ കണ്ടന്റും വോള്യം മാറി. 2 മാർക്കേ ഉള്ളൂ ഒരു ചോദ്യത്തിന്. ഇപ്പൊ അതിന് 3 മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ പഴയ ചോദ്യങ്ങൾക്ക് ഒരു രൂപം മാറ്റമുണ്ട്. പിന്നെ ചോദ്യം ഏരിയ നോക്ക്, ഇത് കുറേ പഴയ ഭാഗത്തു നിന്നാണ്, അതായത് തുടക്ക ഭാഗത്തു നിന്ന്. നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവന്റെ വസ്ത്രത്തിൽ നജിസ് കണ്ടാൽ അവൻ അറിയിക്കൽ ഡാഷ്. അപ്പൊ നിർബന്ധമാണ് അല്ലേ? അറിയിക്കൽ നിർബന്ധമാണ്. കണ്ടില്ലേ? നിർബന്ധമാണ്. എന്ത്? നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവന്റെ വസ്ത്രത്തിലോ മറ്റോ പൊറുക്കപ്പെടാത്ത നജിസ് കാണുന്നവൻ അവനെ അറിയിക്കൽ നിർബന്ധമാണ്. അടുത്ത ചോദ്യം, വുളൂഇൽ തല മുഴുവനും തടവൽ എന്താണ്? സുന്നത്താണ്. നോമ്പുള്ളവന് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ എന്താണ്? കറാഹത്താണ്. ആ ഭാഗത്തുനിന്ന് വേറൊരു ചോദ്യം കൂടി വരാറുണ്ട്, അവിടെ ശ്രദ്ധിച്ചു പഠിക്കേണ്ട സ്ഥലമാണത്. ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്ന സ്ഥലമാണിത്. 3 പ്രാവശ്യത്തിൽ കൂടുതലാക്കൽ എന്താ? കറാഹത്ത്. 3-ൽ നിന്ന് ചുരുക്കൽ കറാഹത്ത്. നോമ്പുകാർക്ക് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്ത്. പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലും മിസ്വാക്ക് ചെയ്യണം. അപ്പം മിസ്വാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അടുത്തത്, ഇതിന് വിപരീതമായി ചെയ്യൽ വിധി എന്താണ്? കറാഹത്ത്. പല്ലിൽ നീളത്തില്, പിന്നെ പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യൽ എന്താണ്? കറാഹത്താണ്. അങ്ങനെ ചോദ്യം വരാറുണ്ട്. അടുത്ത്, സക്കാത്തുൽ ബദന് കാരണം കൂടാതെ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ എന്താണ്? ഹറാമാണ്. ഹലാലായ ദീർഘയാത്രക്കാരന് നിസ്കാരം കസറാക്കൽ. ഇതൊരു വെറൈറ്റി ചോദ്യമാണ്. നിസ്കാരം കസറാക്കൽ സുന്നത്താണ് നമ്മൾ വിചാരിക്കും. സുന്നത്തല്ല, എന്താണ്? ജായിസാണ്. ശ്രദ്ധിക്കണം, ജായിസാണ്. അപ്പൊ ഇതാണ് 2019 ചോദ്യം. ഇനി ലാസ്റ്റ് 2018 ചോദ്യം നോക്കാം. ഒറ്റവാക്കിൽ ഉത്തരം എഴുതാം. ഇവിടെ 2 ടൈപ്പ് ഉണ്ട്. ഒറ്റവാക്കിൽ ഉത്തരം എഴുതാം, ഹുക്കും എഴുതാം. അങ്ങനെ 2 ടൈപ്പ് ചോദ്യം ഉണ്ട് ഇവിടെ. മറ്റേ കഴിഞ്ഞ വർഷം 2019 ചോദ്യ പേപ്പറിൽ നമ്മൾ ഹുക്കും എഴുതുക എന്നുള്ള ചോദ്യം മാത്രമേ കണ്ടുള്ളൂ. ഓക്കെ. ഹൈദുണ്ടാകാവുന്ന ചുരുങ്ങിയ പ്രായം കണ്ടോ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത